എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ മരണത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ആളുകളെ ചിന്തിച്ചിട്ടുണ്ടോ? രോഗം വന്ന് കിടക്കുന്നവരല്ല. എല്ലാവിധ അവസാനപ്പെട്ട എല്ലാ പ്രതീക്ഷകളും അറ്റു. ഇനി എൻ്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിരാശയുടെ തീരങ്ങളിലൂടെ നടന്ന് മരണത്തിലേക്ക് നടക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകരമായ കർമ്മമാണ്. ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടോ സ്പർശം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നമുക്കവരെ ജീവനിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കും, ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കും. പക്ഷേ പല സമയങ്ങളിലും നമുക്കത് സാധിക്കില്ല. അങ്ങനെ ആത്മഹത്യാ മരണങ്ങൾ ഉണ്ടാകുന്നു. ചാലക്കുടി പട്ടണത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ആത്മഹത്യാ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ സത്യത്തിൽ തലകുനിച്ച് നിൽക്കാനാണ് എനിക്ക് സാധിക്കുക. കാരണം ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിപ്പിക്കത്തക്ക രീതിയിലുള്ള വിഷയങ്ങൾ അത് പരിഹരിക്കാനായിട്ട് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം എപ്പോഴും അലട്ടാറുണ്ട്. ഇന്നും അങ്ങനെ ഒരു മരണം നടന്നു. ചാലക്കുടി KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ഒരു ലോഡ്ജിൽ ഇന്നലെ 1:15 അമല ഹോസ്പിറ്റലിന് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്ന ചീരക്കുഴി വീട്ടിൽ കൃഷ്ണൻകുട്ടി മകൻ രാജേഷ്, ഏകദേശം 45 വയസ്സിന് അടുത്ത് പ്രായം വരുന്ന രാജേഷ് ഈ ലോഡ്ജിൽ വന്ന് റൂം എടുക്കുകയാണ്. ഇദ്ദേഹം ഈ ലോഡ്ജിൽ വന്ന് പലപ്പോഴായിട്ട് റൂം എടുക്കാറുണ്ട് എന്നാണ് ലോഡ്ജ് അധികൃതരിൽ നിന്നും അറിയാൻ സാധിച്ചത്. റൂം എടുത്തതിന് ശേഷം വാതിലടച്ചു. അതിനുശേഷം പിന്നീട് ഈ അധികൃതർ ഇയാളെ കാണുന്നത് CCTV ക്യാമറയിൽ ഏകദേശം ഒരു 6:30 കൂടിയിട്ട് ഇന്നലെ 6:30 കൂടിയിട്ട് ഈ ലോഡ്ജിൻ്റെ ഇടനാഴിയിൽ നിൽക്കുന്നതായിട്ടാണ്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. പിന്നീട് ഇന്ന് ഒരു ഉച്ചയ്ക്ക് 2:30 കൂടി പോയി നോക്കുമ്പോൾ, ഡോർ തുറക്കാതെ നോക്കുമ്പോഴാണ് ഈ രാജേഷ് എന്നയാൾ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഉടനെ തന്നെ പോലീസ് സംവിധാനങ്ങൾ അറിയിച്ചു. ചാലക്കുടി പോലീസ് എത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലൈഫ് ഫോഴ്സിൻ്റെ ആംബുലൻസിൽ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി. ഈ രാജേഷ് എന്നയാൾക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടുണ്ടായ മറ്റ് കാരണങ്ങളോ സംഭവങ്ങളൊന്നും ഇപ്പോൾ അറിവായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഊർജിതമായ അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ വെറും വാക്ക് പറഞ്ഞു പോകാറുണ്ട്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അത്രമേറെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് അയാൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരർത്ഥത്തിൽ അദ്ദേഹം മരണത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഭീരു എന്നൊക്കെ നമ്മൾ പലപ്പോഴും അവരൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ അവരെ ചേർത്ത് നിർത്താൻ, അവരെ കൂടെ നിർത്താൻ, അവരുടെ വിഷമങ്ങളിൽ ഇടപെടാൻ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംഭവമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല. മരണത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരുപാട് കയറ്റിറക്കങ്ങളുള്ളതാണ്. ആ കയറ്റിറക്കങ്ങൾക്കിടയിൽ ഏറിയ കയറ്റങ്ങൾ കണ്ട് ഭയപ്പെട്ട് നിങ്ങൾ തലകുനിച്ച് ഒരു കയറിൽ കുരുങ്ങാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അമല ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള രാജേഷ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ മരണത്തിൽ അറിയില്ലെങ്കിലും ആ മനുഷ്യൻ്റെ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ആദരാഞ്ജലികൾ.